ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളാൻ ഇരുന്നതാണ് ഇവിടെ ബാൽക്കണിയിൽ. പക്ഷെ വെയിൽ കണ്ണിനടിക്കുമ്പോൾ വല്ലാതെ ഇതായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട്. ഇന്നലെ ഞങ്ങൾ കുറച്ച് DJ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പം ലേറ്റായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഇന്ന് ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പം ഞങ്ങളിന്ന് പോവുകയാണ് ഇവിടുന്ന്. അപ്പം അതിലിടക്ക് പോകുന്നതിലിടക്ക് 1-2 കാര്യങ്ങളുണ്ട് ഇവിടുന്ന് തന്നെ മണാലിയിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഞങ്ങളിന്ന് വെക്കേറ്റ് ചെയ്യും. എല്ലാം ലഗേജൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ 2-3 ദിവസം താമസിച്ച മണാലിയിലെ ഞങ്ങളുടെ റൂം. നല്ല നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, സൂപ്പറായിരുന്നു. നല്ല റൂമായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. എന്താ പറയുക, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള, ഇനിയും നമുക്ക് വന്നാൽ താമസിക്കാൻ തോന്നുന്ന തരത്തിലുള്ള നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ താഴേക്ക് വന്നു, എല്ലാവരും ലഗേജൊക്കെ എടുത്ത് കൂട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് വണ്ടി വന്നിരുന്നു. ട്രാവലർ വന്നിട്ട് ഞങ്ങളെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബസ് വോൾവോ കയറേണ്ട അടുത്തേക്ക് പോകണമല്ലോ, അതിന് മുന്നേ ഉള്ള ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു റൂമിൽ നിന്ന്. രാത്രിയെ ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അതിലിടക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾക്കങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നിയില്ല. ഞങ്ങൾ ശരീരമൊക്കെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ടു എന്ന് തോന്നുന്നു. ചെറിയ ചൂട് പോലെ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് വിടവാങ്ങുകയാണ് ഗായ്സ്. കരച്ചിൽ വരുന്നു, എന്താ ചെയ്യുക. ശരിക്കും ഇപ്പം നാട്ടിലെത്തിയപ്പോഴാണ് അവിടുത്തെ വില അറിയുന്നത്. ചൂടത്ത് അവിടുന്ന് വരേണ്ടിയിരുന്നില്ല എന്ന്. എന്താ ചെയ്യുക, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇനിയും പോവണം ഇൻഷാ അല്ലാ. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമായിരുന്നു പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരാഗ്രഹം വെച്ചിട്ട് ഞാൻ കരുതി വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തുന്നതിൻ്റെ തലേന്ന് പിന്നെ എന്തോ അവിടെ നിന്ന് പാരാഗ്ലൈഡിങ്ങിനിടെ ആക്സിഡൻ്റ് ആയിട്ടൊരു കുട്ടി മരിച്ചു എന്നോ, അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്വപ്നം അവിടെ പൊലിഞ്ഞു. വല്ലാത്തൊരു വിഷമമാക്കിയിരുന്നു. ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈ പാരാഗ്ലൈഡിങ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ അതൊന്നും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് ഹോട്ട് എയർ ബലൂണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏതായാലും പാരാഗ്ലൈഡിങ്ങോ ചെയ്യാൻ പറ്റിയില്ല, നമുക്കപ്പോൾ ഹോട്ട് എയർ ബലൂണെങ്കിലും ചെയ്യാം. തൽക്കാലം എന്താ പറയുക, ആ വിഷമം മാറില്ലെങ്കിലും അതിൻ്റെ അത്രത്തോളം എത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് അവർ പകരം ആക്കാം എന്നുള്ള രീതിയിൽ കരുതിയിട്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ നിർത്തി. അവിടെ പൈസയൊക്കെ ചോദിച്ചു എല്ലാവരും കൂടി. അപ്പം ഒരാൾക്ക് 1500 രൂപ വെച്ചിട്ട് എടുക്കണം എന്ന് പറഞ്ഞു, എന്നാലേ ആവുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പരമാവധി ആൾക്കാർ അതിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. നല്ല ഒരുപാടങ്ങ് ഉയരത്തിലൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും നല്ലൊരു രസമായിരുന്നു സംഭവം. അത്ര തന്നെ. നമുക്ക് പൈസ മുതലാവുമെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഹോട്ട് എയർ ബലൂൺ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ റേറ്റും ഉണ്ടാവും, അതിനനുസരിച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അത്രയൊന്നും ടൈമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ ഒരു ഇതല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയെന്ന് മാത്രം. പിന്നെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും പറയിപ്പിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് ഇതാണ്. ആകെ അത്രയും സ്ഥലമുള്ളൂ, അതിൻ്റെ അകത്ത് കയറിയിട്ടും ഞങ്ങൾ ഡ്രോണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേ ഫുൾ ഒച്ചയുണ്ടാക്കും. ഡാൻസും പാട്ടൊക്കെ പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെ ഭയങ്കര എന്താ പറയുക, ഒച്ചപ്പാടും ബഹളമായിരുന്നു. പക്ഷെ നല്ല ഫീലായിരുന്നു, നല്ല രസമായിരുന്നു. അതൊക്കെ ഒരു അനുഭവം അത്ര തന്നെ. സത്യത്തിൽ ഞങ്ങൾക്ക് ആ ഹോട്ട് എയർ ബലൂണിൽ കയറിയതിനേക്കാൾ എന്താ പറയുക, ഒരു
ഇത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോസിലും മാത്രം ഞങ്ങൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും നമ്മൾ അനുഭവിച്ച് ആ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ കാണാമെന്ന് പറയുമ്പം നല്ലൊരു ഫീലായിരുന്നു. പിന്നെ അതിൻ്റെ സമയമായപ്പോൾ അവർ ഞങ്ങളെ താഴെ ഇറക്കി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ വാട്സപ്പിലേക്കാണ് അവർ ഞങ്ങളെ വീഡിയോസ് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരാളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു. ഞങ്ങൾക്ക് അവർ ഫയലായിട്ട് പിന്നെ രാത്രി 8 മണിക്ക് അയച്ചു തരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ നിക്കോളാസ് റോറിച്ച് ആർട്ട് ഗാലറിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടി പാർക്കിംഗ് ചെയ്ത് ഞങ്ങൾ ആർട്ട് ഗാലറിയിലേക്ക് നടന്നു. പക്ഷെ അന്ന് ഞങ്ങൾ നിർഭാഗ്യവശാൽ അന്നത് അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തുനിന്ന് കണ്ടു. അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുനിന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വരികയാണ് ചെയ്തത്. അപ്പം ഈ നിക്കോളാസ് റോറിച്ച് എന്ന് പറയുന്നത് ഒരു റഷ്യൻ ആർട്ടിസ്റ്റായിരുന്നു. അയാൾ 1917 ഇവിടേക്ക് വന്നത്. 1947 അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ കല്യാണം കഴിച്ചത് ഹെലേന റോറിച്ച് എന്ന ഫേമസ് ആയിട്ടുള്ളൊരാളെ ആയിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ്റെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ്സായ ദേവിക റാണിയായിരുന്നു അവരുടെ മകൻ്റെ ഭാര്യ. ഇത് അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ മകൻ പണിത വീടായിരുന്നു അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. പിന്നീടത് ഇങ്ങനെ റഷ്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടി പിന്നെ ഇത് മ്യൂസിയമായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ നഗാർ കാസ്റ്റിലേക്കാണ് വന്നത്. അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നഗാർ കാസ്റ്റിൽ. അപ്പോൾ ഇത് നഗാർ കാസ്റ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മരവും ഇടയ്ക്ക് മാത്രം ചെറിയ ചെറിയ നമ്മുടെ കരിങ്കല്ല് പോലത്തെ കല്ല് വെച്ചിട്ട് പണിതത് ആണ്. കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് മരം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് രാജാ സിദ്ധ് സിംഗ് ആണ് AD 1460 പണി കഴിപ്പിച്ചത്. പിന്നീട് ഇത് ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതൊരു ഹെറിറ്റേജ് ആയിട്ട് 1978 മാറ്റിയായിരുന്നു. ഞങ്ങളിവിടെ കുറേ നേരം ചിലവഴിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല എന്താ പറയുക, നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ നല്ല ഒരു മണാലിയുടെ ഒരു കുറച്ച് ഭാഗം തന്നെ ശരിക്കും അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു, മലകളും മഞ്ഞൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് ആസ്വദിച്ചു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ കുറേ ടൈമൊക്കെ അവിടെ കഴിച്ചു കൂട്ടി. പിന്നെ ഒന്ന് അതിപ്പോൾ ശരിക്കും അവരത് ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ ആക്കി മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ടോയ്ലറ്റിലൊക്കെ പോയി. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പാസ്സില്ല, ഫ്രീ ആണ് കേട്ടോ അവിടുത്തെ എൻട്രി. അതുകൊണ്ട് നല്ല എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ചിലവഴിക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ
തിരിച്ച് യാത്രയായി. പിന്നെ ഞങ്ങൾ പോയത് ബുദ്ധ മൊണാസ്ട്രിയിലേക്കാണ്. അവിടുത്തെ ബുദ്ധ മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതാണ്, വലിയൊരു മൊണാസ്ട്രിയിലേക്കല്ല ഞങ്ങൾ പോയത്, ചെറിയൊരു മൊണാസ്ട്രിയിലേക്കാണ്. പിന്നെ കൂടുതൽ ടൈം ഇതാവുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ ഇതും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു ചെറിയ ബുദ്ധ മൊണാസ്ട്രിയിലേക്ക് ആണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ പോയത്. നല്ല എന്താ പറയുക, അവിടെ കയറിയപ്പോൾ സത്യത്തിലുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ അക്കുസൊട്ടുകളെ നേരിട്ട് കാണുന്നത്. കാണാൻ നല്ല രസമുണ്ടായി. അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കുറേ സമയം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷെ അതെങ്ങനെ അതിന് നാണം വന്നിട്ട് അത് വിടുന്നില്ല. അത് കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കലായിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ ഞങ്ങളതും കണ്ട് നടന്നു. നല്ലത്, അങ്ങനെ പറഞ്ഞോളൂ, കമന്ററി കൊടുത്തുകൊണ്ട് നടന്നോളൂ. ഇതാണ് നമ്മുടെ അക്കുസോട്ടോ. അങ്ങനെയല്ലേ, ഇത് ഓരോ വീട്ടിൽ നിന്ന് ഓരോ കുട്ടികളെ കൊടുക്കലായിട്ടല്ലേ ഇങ്ങോട്ടേക്ക്. അല്ലാതെ ഇവര് കല്യാണം കഴിക്കൂലല്ലോ. കണ്ടാ, ഇവര് കന്യാകന്മാരാണ് എപ്പോഴും. അങ്ങനെ ഞങ്ങളതിൻ്റെ അകത്ത് കടന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിട്ടില്ലായിരുന്നു. സത്യത്തിൽ ഈ ബുദ്ധന്മാരും ദൈവം ഭയങ്കര റിച്ചാന്ന് പറയുന്നതാണ്. എന്തൊരു അവിടെ കംപ്ലീറ്റ് ആ ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് മുന്നിലായിട്ട് അവർ നേർച്ച വെച്ചത് എന്തോ ആണ്. കംപ്ലീറ്റ് എത്രയോ ചോക്ലേറ്റും ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ കൊക്കക്കോള, സ്പ്രൈറ്റ്, 7up അങ്ങനെയൊക്കെ ഐറ്റംസുകൾ എത്രയാണെന്നറിയോ. ചോക്ലേറ്റുകളും ലേസ് ഇതൊന്നും പറയേ വേണ്ട. 50-50 ബിസ്ക്കറ്റ് ആൻഡ് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് സത്യമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ദൈവങ്ങൾ ഇതൊക്കെയാണ് കഴിക്കാറ്. ബുദ്ധന്മാർ ഫുൾ റിച്ചാണ് അവർ വേറെ ഒന്നും നോക്കലില്ല. ഇതവിടുത്തെ മെയിനായിട്ടുള്ള ബുദ്ധ മൊണാസ്ട്രിയുടെ പ്രതിമ ഇതാണെന്ന് തോന്നുന്നു. എന്താ അതിന് പറയുക, സ്ട്രക്ചറാണെന്ന് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതിന് മുമ്പായിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി എല്ലാവരും ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു ബർഗറും ബോൺവീറ്റയും ഒക്കെ ആയിരുന്നു വാങ്ങിച്ച് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിവർ റാഫ്റ്റിങ്ങിനായിട്ട് പോയി. റിവർ റാഫ്റ്റിങ്ങിനെ കുറിച്ചൊന്നും പറയണ്ട, ഭയങ്കര രസമായിരുന്നു.
आपने रस्सी पकड़ के नहीं पकड़ा इसलिए मैंने टक्कर लगा रस्सी आपने साइड पकड़ा है बोलो आप भी हो जाओ आप भी हो जाओ आप लोग भी हो जाओ ഒരു ബോട്ടിൽ വലിയ ബോട്ടിൽ 6-7 പേരൊക്കെയാണ് കയറുന്നത്. ഞങ്ങൾ 5 പേരായിരുന്നു ഞങ്ങളെ ബോട്ടിൽ. ഞങ്ങൾ കുറച്ച് ചെറിയ ബോട്ടായിരുന്നു, 5 പേര് മാത്രമായതുകൊണ്ട് അപ്പം ഞങ്ങളിത് ഫുൾ എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2-3 പേര് ഇതിൽ അവരുടെ തന്നെ കോട്ടും ജാക്കറ്റും വാങ്ങിച്ചിട്ടായിരുന്നു. അത് എക്സ്ട്രാ 200 രൂപ വാടകയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ അതിട്ടാൽ അധികം നനയില്ല. ഞങ്ങളത് വാങ്ങിച്ചിട്ടതുകൊണ്ട് ഞങ്ങളത് നനഞ്ഞില്ല. നസീമത്തെയും ഭവാനിയേച്ചിയും അത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവർ ശരിക്കും നനഞ്ഞ ഐസായി. ठंडा लग रहा है थोड़ा इस तरह से कर लो थोड़ा गर्म हो जाएगा पानी चाहिए लो ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോഴത്തേക്കും എല്ലാവരും തണുത്ത് മരവിച്ചിരുന്നു. സത്യത്തിൽ നല്ല തണുപ്പെന്ന് വെച്ചാൽ ഐസ് എങ്ങനെയാണോ തണുപ്പ് അത്രയും തണുപ്പുണ്ടായിരുന്ന വെള്ളം. അതിൻ്റെ ഒരു തുള്ളി നമ്മുടെ മേത്ത് വീഴുമ്പോൾ തന്നെ നമ്മൾ വിറച്ചു പോകും, അങ്ങനെ ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിലെത്തി ഞങ്ങൾ ലൈഫ് ജാക്കറ്റും ഹെൽമറ്റൊക്കെ അയച്ച് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ചെറിയ ചെറിയ കുറച്ച് കടകളുണ്ടായിരുന്നു, മാഗിയും അവിടെ ചായയൊക്കെ വിൽക്കുന്നതായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് തീ കൂട്ടി വെക്കും. ഞങ്ങളിങ്ങനെ പോകുന്നവർക്ക് തീ കായാൻ വേണ്ടിയിട്ട് അവർ തീ കൂട്ടി വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ചൂട് കൊണ്ടു. പിന്നെ നല്ല ചൂടും മാഗിയും ചായയൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി നിന്നു. അങ്ങനെ ഞങ്ങൾ ബസ് വന്ന് കയറി തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഖുഷ് രഹിയേ, പ്യാർ ബാട്ടിയേ.